ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ സൗണ്ട് എന്നുള്ള ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ സൗണ്ടിൽ നമ്മൾ ആദ്യം സൗണ്ട് വേവ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സൗണ്ട് വേവ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഹ്യൂമൻ ഇയർ എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു സൗണ്ട് കേൾക്കുന്നത്, നമ്മുടെ സറൗണ്ടിങ്സിൽ ഒരു നോയ്സ് ഉണ്ടാകുമ്പോൾ സർട്ടൻ വൈബ്രേഷൻസ് കാരണം ഒരു നോയ്സ് ഉണ്ട്. ആ നോയ്സ് അതിന് സറൗണ്ടിങ്സിനെ വൈബ്രേറ്റ് ചെയ്യും. ആ സറൗണ്ടിങ്സിലെ ആ വൈബ്രേഷൻസ് നമ്മുടെ ചെവിയിലെത്തി നമ്മുടെ ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾക്കൊരു വോയിസ് ഓഡിബിൾ ആവുന്നത്. അപ്പോൾ ഹ്യൂമൻ ഇയറിന് ഓഡിബിൾ ആയിട്ട് ഒരു പർട്ടിക്കുലർ റേഞ്ച് ഉണ്ട്. 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ് ആണ് ഒരു ഹ്യൂമൻ ഇയറിന് ഓഡിബിൾ ആയിട്ടുള്ള സൗണ്ട്. അപ്പൊ 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ് എന്ന് പറയുമ്പോൾ ഹെൽത്തി ഇയറിന് ഓഡിബിൾ ആവുമ്പം ഇതിന് താഴെയും വോയിസ് ഉണ്ട്, ഈ ഒരു റേഞ്ചിന് എബവും വോയിസ് വരാറുണ്ട്. അപ്പൊ ഈ 20 ഹെർട്സിന് താഴെ വോയിസ് പോയി കഴിഞ്ഞാൽ അതിനെ ഇൻഫ്രാസോണിക് സൗണ്ട്സ് എന്നും 20 കിലോ ഹെർട്സിന് എബവ് പോയി കഴിഞ്ഞാൽ അൾട്രാസോണിക് സൗണ്ട്സ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇയറിന് ഇനോഡിബിൾ ആണ്. നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ സറൗണ്ടിങ്സിൽ നമുക്ക് ഇപ്പൊ കേൾക്കാൻ പറ്റാത്ത പല സൗണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള പല ആനിമൽസും ഈ എർത്ത്ക്വേക്ക് ഒക്കെ ഉണ്ടാവുന്നതിന്, സുനാമി ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അവർ സർട്ടൺ എന്താണ് ഒരു ലൈക്ക് അവരാണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ നോർമൽ അല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യാറുണ്ട്. അതൊക്കെ സയന്റിസ്റ്റുകൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കത് അറിയാം എന്താണ് നമ്മുടെ സറൗണ്ടിങ്സ് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ ഒരു ഓഡിബിൾ റേഞ്ചിലും വ്യത്യാസമായിട്ടുള്ള വോയിസിനെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഹ്യൂമൻ ഇയറിന് റെക്കഗ്നൈസബിൾ ആയിരിക്കില്ല. ഓക്കെ, അതേപോലെ തന്നെ സൗണ്ടിന് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സൗണ്ടിന്റെ പല ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഫ്രീക്വൻസി ഉണ്ട്, പീരീഡ് ഓഫ് സൗണ്ട് ഉണ്ട്, ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, വേവ് ലെങ്ത് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ സൗണ്ടിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്നൊരു സംഭവമുണ്ട്. അതായത് ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൗണ്ട് വേവ്സ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യും. അപ്പൊ ആ വേവ്സിന് അതിന്റെ മീൻ പൊസിഷനിൽ നിന്ന് ഒരു മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. അതാണ് നമ്മുടെ സൗണ്ടിന്റെ എന്തെന്ന് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നോർമലി എല്ലാവരും ഫോണിലെ റെക്കോർഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ഫീബിൾ ആയിട്ടുള്ള വോയിസിൽ പോകുന്ന സമയത്ത് ആ സൗണ്ട് വേവ്സ് ചെറുതായിട്ടും നമ്മൾ നല്ല ഇന്റൻസിറ്റി കൊടുത്ത് സംസാരിക്കുന്ന സമയത്ത് ആ വോയിസിന്റെ ആ റേഞ്ച് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതെന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുന്ന ആ ഒരു വേരിയേഷൻ കൊണ്ട് അതൊരു മെയിൻ പ്രോപ്പർട്ടി ഓഫ് ദി സൗണ്ട് ആണ്. ഫിസിക്സിലെ ആംപ്ലിറ്റ്യൂഡിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ എ ആണ് കേട്ടോ. അതേപോലെ തന്നെ ടൈം പീരീഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എന്ത് ഒരു കേസിലാണേലും ടൈം പീരീഡ് എന്ന് പറഞ്ഞൊരു സിനാരിയോ വരണമെങ്കിൽ ഒരു വൈബ്രേഷന് നമ്മൾ എത്ര സമയം എടുക്കുന്നു, ഒരു പർട്ടിക്കുലർ വൈബ്രേഷന് നമ്മൾ എടുക്കുന്ന സമയം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടൈം പീരീഡ് ഓഫ് എ സൗണ്ട് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു സെക്കൻഡിൽ എത്രത്തോളം വൈബ്രേഷൻസ് ഉണ്ടാവുന്നുണ്ട്, എത്രത്തോളം വൈബ്രേഷൻസ് ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, സൗണ്ടിന്റെ ആ ഒരു ലെങ്ത്, അതായത് ഒരു പർട്ടിക്കുലർ വേവ് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അതാണ് ആ ഒരു വേവിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഫിസിക്സിലെ ലാംഡ എന്നൊരു ഇതിനെ വെച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാംഡ എന്നൊരു ലെറ്റർ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് വെലോസിറ്റി ഓഫ് സൗണ്ട് ഉണ്ട്, ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ഉണ്ട്, വേവ് ലെങ്ത് ഓഫ് സൗണ്ട് ഉണ്ട്, ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. ഇപ്പൊ ഫിസിക്സിൽ നമ്മൾ മെയിൻ ആയിട്ടും ഡീൽ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, V = F ലാംഡ എന്ന് പറയുന്നത്. F ലാംഡ എന്ന് പറയുമ്പോൾ V എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സൗണ്ട്, F എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് സൗണ്ട്, ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഓഫ് സൗണ്ട്. ഇപ്പൊ ഫിസിക്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് V = F ലാംഡ എന്ന് പറയുന്ന ഒരു മെയിൻ ഇക്വേഷൻ. ഒരുപാട് നമുക്ക് ന്യൂമറിക്കൽസും റിയൽ ലൈഫിൽ, പ്രാക്ടിക്കൽ ലൈഫിലൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻ വരുന്ന ഒരു ഇക്വേഷൻ ആണ് V = F ലാംഡ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം somebody asks you to calculate the frequency of sound and they are giving you the wavelength. wavelength എന്ന് കഴിഞ്ഞാൽ ഫ്രീക്വൻസി നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ ആണ് വേവ് ലെങ്ത്, അതേപോലെ തന്നെ വേവ് ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ ആണ് ഫ്രീക്വൻസി. ഇവരൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന ഇക്വേഷൻസ് ആണ്. അപ്പൊ അത് നമുക്ക് വലിയ ഇഷ്യൂസ് വരുന്നതല്ല. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പർട്ടിക്കുലർ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കത്തില്ല. അത് ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സോഴ്സ് ഓഫ് ദ സൗണ്ട്. ആ ഒരു സൗണ്ട് ഏത് സോഴ്സിൽ നിന്നാണോ വരുന്നത് ആ സോഴ്സിന്റെ ഫ്രീക്വൻസി ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ബാക്കി എല്ലാ പ്രോപ്പർട്ടീസ്, ഇപ്പൊ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യാം,
അല്ലെങ്കിൽ ഒരു മീഡിയത്തിന് വേറൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ അതിന്റെ ഫ്രീക്വൻസിക്കകത്ത് മാത്രം ഒരു ചേഞ്ചും വരില്ല, പക്ഷെ അതിന്റെ വേവ് ലെങ്ത്, സ്പീഡ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് കാണാം. പക്ഷെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടിയാണ്, അത് സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ നമ്മൾ ട്യൂണിംഗ് ഫോക്സ് ഒക്കെ കാണുന്നവരാ, അപ്പോൾ ട്യൂണിംഗ് ഫോക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് 256 ഹെർട്സ് എന്നാണ് നമ്മുടെ ഫ്രീക്വൻസിയുടെ യൂണിറ്റിനെ പറയുന്നത്. അപ്പം ഒരു പർട്ടിക്കുലർ എഴുതി വെച്ചിട്ടുണ്ട്, ഇതിന് ഇത്രയുമാണ് ഇതിന്റെ ഫ്രീക്വൻസി എന്നുള്ളത്. അപ്പൊ ആ ഒരു ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആ സോഴ്സിന്റെ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതൊരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫിസിക്സിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഫ്രീക്വൻസി നമ്മൾ ഹെർട്സിലാണ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ്, വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റേഴ്സിലാണ്. അതേപോലെ തന്നെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ മീറ്റേഴ്സിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതേപോലെ എന്താണ് നമ്മുടെ വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ ഫിസിക്സിൽ എപ്പോഴും വെലോസിറ്റി ഡീൽ ചെയ്യുന്നത്, വെലോസിറ്റിയുടെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം, മീറ്റർ പെർ സെക്കൻഡ് ആണ്.